ഒരുപാട് നാളായിട്ട് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തതിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആണ്. ആദ്യം തന്നെ ഇതിന് വേണ്ടത് പിൻട്രസ്റ്റ് ആപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ സെർച്ച് ബാറിൽ പോയിട്ട് സ്പ്ലാഷ് എഫക്റ്റ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എഡിറ്റിംഗ് വേണമെന്ന് ചോദിച്ചപ്പോൾ അതിന് 1-2 റിപ്ലൈ വന്നേനെ കേട്ടോ. അതുകൊണ്ടാണ് ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് സ്പ്ലാഷ് എഫക്റ്റിൻ്റെ മോഡൽ കിട്ടുക. അതിന് നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. പക്ഷേ ഞാനതിങ്ങനെ സെർച്ച് ചെയ്ത് പോയിട്ട് എനിക്ക് വേണ്ട ആ ഒരു മോഡൽ കിട്ടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഏതും സെർച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട ഒരു മോഡലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മോഡൽസ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്ലൗഡി എഫക്റ്റ് ഉള്ളതാണ്. ഇനി ഇതൊന്ന് ഗാലറിയിലോട്ട് സേവ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫോട്ടോൻ്റെ നേരെ താഴെ 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് പിക്സാർട്ടിലോട്ടാണ്. അപ്പോൾ ഇതിൽ ഇതേപോലെ ഒരു പേജ് തുറന്ന് വരും കേട്ടോ. ഇനി ഇതിൽ ഈ സി ഓൾ എന്നുള്ളിടത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലോട്ടാണ് പോവുക. ഇതിൽ നിന്ന് നമുക്ക് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ വരും കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ആഡ് ഫോട്ടോ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫോട്ടോ ഉണ്ടാവും കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ പേജിലോട്ട് വരിക. എന്നിട്ട് താഴെ കാണുന്ന ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ബ്ലെൻഡ് എന്നുള്ളിടത്ത് പോയി കാണുന്നുണ്ടെങ്കിൽ അത് ലൈറ്റൺ ആക്കി കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ ഒരു വൈറ്റ് കളറിലോട്ട് മാറിയിട്ട് ബാക്കിയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി മാറും. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സൈസിൽ ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതൊന്ന് ഗാലറിയിലോട്ടൊന്ന് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ക്യാൻവ ആപ്പാണ് കേട്ടോ. അപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് അതിൽ പ്ലസ് ഐക്കണിൽ പോയിട്ട് സെർച്ച് ബാറിൽ നമുക്ക് A4 ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ A3 ഡോക്യുമെൻറ്റോ നമുക്ക് ഏത് പേജിലാണ് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റ് ചെയ്യാണ് വേണ്ടത്. ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് A3 ഫ്രെയിമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം A4 ഡോക്യുമെൻ്റ് എന്നാണ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് സൈസാണോ വേണ്ടത് അത് ഈ സെർച്ച് ബാറിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. A4 A3 A5 ഏത് വേണമെന്നുണ്ടെങ്കിലും അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്കൊരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയിട്ട് വരിക. ഇനി ഇതിൽ താഴെ കാണുന്ന ഓപ്ഷനിൽ ക്യാമറ റോൾ എന്നുണ്ടാവും. അതിൽ പോയിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് വേണ്ട സൈസിൽ ഇതൊന്ന് കറക്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ താഴെ എഴുതാനുള്ളതുകൊണ്ട് ഞാൻ ചെറിയൊരു വൈറ്റ് പോർഷനും കൂടെ വിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിൽ താഴെ കാണുന്ന ഓപ്ഷനിൽ ടെക്സ്റ്റ് എന്നുണ്ടാവും. അതിൽ പോയിട്ട് ആഡ് ഹെഡിങ് കൊടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ടൈപ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഹാപ്പി മാരീഡ് ലൈഫ് എന്നാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതിൽ നിന്ന് ഈ ഒരു ഫോണ്ടാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഏത് ഫോണ്ടും ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിൽ വേണമെങ്കിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് സേവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതിന് മുന്നേ ഇത് ഡോക്യുമെൻ്റ് ആയിട്ടാണ് കേട്ടോ സേവ് ചെയ്യേണ്ടത്. മുകളിൽ കാണുന്ന ആരോ മാർക്കിൽ മുകളിലോട്ടുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF പ്രിൻറ്റിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫ്രെയിമിൻ്റെ എഡിറ്റിങ്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ്